ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ക്രൈസിസ്, അതുപോലെ പൊല്യൂഷൻ, ഇതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു തിയറി ഉണ്ട്, ഒരു ലിറ്റററി തിയറി ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതുപോലെ ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റലിനെ പറ്റിയിട്ട്, പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏത് തിയറി വെച്ച് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവിടെ പൊല്യൂഷൻ ഉണ്ട്, ഇവിടെ എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഉണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു എൻവയോൺമെൻറ്റൽ ക്രൈസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തിയറി വേണം. ആ തിയറിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആ തിയറിയുടെ പേരാണ് എക്കോ ക്രിറ്റിസിസം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തിയറിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ഫുള്ളായിട്ട് കാണണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡെഫിനേഷൻ ഓഫ് എക്കോ ക്രിറ്റിസിസം, അതുപോലെ മലയാളം വർക്ക്സ്, ഇംഗ്ലീഷ് വർക്ക്സ്, അതുപോലെ തന്നെ വൈവേയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കുട്ടി കുട്ടി ടിപ്സ് നമ്മൾ എൻഡിൽ പറയുന്നതും ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ, അതേപോലെ പേഴ്സണൽ ഗൈഡൻസോ അല്ലെങ്കിൽ പ്രൊജക്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂവോ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും ലാഗ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു അവർ ചാനൽ ലേൺ ഇംഗ്ലീഷ് വിത്ത് സ്വാതി. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് എന്താണ് എക്കോ ക്രിറ്റിസിസം എന്ന് നോക്കാം. Eco criticism is the study of the relationship between literature and the physical environment. It analyzes how nature and ecology are represented in literary works and films. ഒരു ഫിലിമിലോ വർക്കിലോ എങ്ങനെയാണ് ഒരു നേച്ചറിനെയും എക്കോളജിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഒരു ലിറ്ററേച്ചറും ഫിസിക്കൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഈ ഒരു ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് നേച്ചറിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്, നേച്ചറും ഹ്യൂമനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നേച്ചറും നമ്മുടെ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ലിറ്റററി തിയറിയാണ് എക്കോ ക്രിറ്റിസിസം. അപ്പോൾ ഇതിൽ വരുന്ന ഈ എക്കോ ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേ വർക്ക്സ് ഉണ്ട്. ഇംഗ്ലീഷ് വർക്ക് ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ ഫിലിംസ്, മലയാളം ഫിലിംസും ഇംഗ്ലീഷ് ഫിലിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് വർക്ക്സ് നോക്കാം. അത് ഫസ്റ്റ് വർക്കാണ് ദ ഹംഗ്രി ടൈഡ്, റിട്ടൺ ബൈ അമിതാവ് ഘോഷ്. അതിൽ സുന്ദരബാൻസ്, ഡോൾഫിൻ, മാൻഗ്രോവ് ഫോറസ്റ്റ്, മാൻ വേഴ്സസ് നേച്ചർ സർവൈവൽ, അതാണ് അതിൽ പറയുന്നത്. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കേരള റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്, പൊല്യൂഷൻ ആൻഡ് സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, ഹിമാലയാസ്, ഗ്ലോബലൈസേഷൻ, എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത്രയും വർക്ക്സാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വർക്കിലുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ വർക്ക്സിൽ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വില്യം വേർഡ്സ്വർത്തിൻ്റെ നേച്ചർ പോംസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് എബൌട്ട് ടിൻറ്റേൺ അബേ ഫുള്ളി നേച്ചുറൽ പോമാണ്. അതേപോലെ തന്നെ വില്യം വേർഡ്സ്വർത്ത് ഒരു നാച്ചുറൽ പോയറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ നാച്ചുറൽ പോയറ്റ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഹെൻറി ഡേവിഡ് തോറോയുടെ വാൾഡൺ എന്ന് പറയുന്ന ഒരു വർക്ക്, അതിൽ പറയുന്നത് സിമ്പിൾ ലൈഫ് ക്ലോസ് ടു നേച്ചർ എഗെയിൻസ്റ്റ് മെറ്റീരിയലിസം. പിന്നെ റെഗേൽ കാൾസന്റെ സൈലന്റ് സ്പ്രിംഗ്, അതിൽ പറയുന്നത് പൊല്യൂഷൻ, പെസ്റ്റിസൈഡ്സ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ആ ഒരു വർക്കിൽ പറയുന്നത്. ഇനി നമ്മൾ ഫിലിംസ് എടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലെ ഫിലിം അവതാർ, ജെയിംസ് കാമറോണിൻ്റെ അവതാർ, അതിലെ ഹ്യൂമൻസ് എക്സ്പ്ലോയിറ്റിംഗ് പ്ലാനറ്റ് പാൻഡോറ, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവതാർ നമുക്ക് എക്കോ ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നമുക്ക് അതിൽ ചെയ്യാവുന്നതാണ്. എറിൻ ബ്രോക്കോവിച്ച് എന്ന് പറയുന്ന ആ ഒരു ഫിലിമിൽ പൊല്യൂഷൻ വേഴ്സസ് സർവൈവൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇന്ത്യൻ ഫിലിമിലെ കാന്താര എന്ന് പറയുന്ന ഒരു കന്നഡ മൂവിയുണ്ട്, അതിൽ മാൻ വേഴ്സസ് ഫോറസ്റ്റ്, ഡിവൈൻ കണക്ഷൻ അതിൽ പറയുന്നുണ്ട്. അതിലും നമുക്ക് ഈ എക്കോ ക്രിറ്റിസിസം തിയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ കരുത പക്ഷികൾ, അങ്ങനെ ഏതോ ഒരു മലയാള ഫിലിമുണ്ട്. അപ്പോൾ ആ ഒരു ഫിലിമിൽ
വരുന്നത് പോവേർട്ടി, എൻവയോൺമെൻറ്റ് ആൻഡ് സർവൈവൽ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും വർക്ക്സും ഫിലിംസും ആണ് ഈ ഒരു എക്കോ ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഇഷ്ടപ്പെട്ടതോ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ഇതിലേറെ എക്കോ ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ടുള്ള നോവൽസ് വർക്ക്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വർക്കോ അതിൻ്റെ സമ്മറിയോ തിയറിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസോ അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാട്സപ്പ് ത്രൂ ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വൈവയ്ക്ക് പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വൈവയ്ക്ക് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തിയറി നമുക്ക് നന്നായിട്ട് അറിയണം, അതുപോലെ തന്നെ ആ വർക്കിനെ പറ്റി നന്നായിട്ട് അറിയണം. പിന്നെ എക്കോ ക്രിറ്റിസിസം എവിടേക്കാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ ആ ഒരു തിയറിയും ഈ ഒരു വർക്കിൻ്റെ റെലവൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വൈവയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എക്കോ ക്രിറ്റിസിസം തിയറി, എക്സാമ്പിൾസ്, വർക്ക്സ്, ഫിലിംസ്, വൈവ ടിപ്സ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് പറയുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതേപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫിലിം ഇതിലേതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി പറയുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് തിയറി വേണം എന്നുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും തിയറി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഒട്ടും ലാഗാക്കുന്നില്ല. ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ എന്തായാലും കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് ക്ലിയർ ആവുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.